നമസ്കാരം. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തുണ്ടായ റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് സൂചന. കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് IP ബിനുവും സംഘവും പ്രതിക്കൂട്ടിലാകുമ്പോൾ അന്വേഷണം അണിയറയിലെ വമ്പന്മാരിലേക്ക് നീളുമെന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നൽകുന്ന സൂചന. തിരുവനന്തപുരത്തെ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണുന്നത്. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ ED നീക്കം തുടങ്ങിയതോടെ CPM വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. പശ്ചിമ ബംഗാളിൽ റേഷൻ അഴിമതി കേസ് അന്വേഷിക്കാനെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമാനമായ ആക്രമണത്തിന് പിന്നിൽ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവനുസരിച്ച് CBI അന്വേഷണം ഏറ്റെടുത്തിരുന്നു. ഇതേ മാതൃക കേരളത്തിൽ നടപ്പിലാക്കാനാണ് ED ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് റെയ്ഡ് തടസ്സപ്പെടുത്താനും ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുവാനും നടന്നത് സ്വാഭാവിക ജനകീയ പ്രതിഷേധമല്ല എന്നും മറിച്ച് ആസൂത്രിതമായ ഗുണ്ട ആക്രമണമാണ് എന്നുമാണ് ED ഡയറക്ടർക്ക് കൊച്ചിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ കേസിൽ CPM നേതാവ് IP ബിനുവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരസ്യ പ്രതികരണങ്ങളും ED കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. റെയ്ഡ് നടക്കുന്ന സമയത്തും അതിനുശേഷവും അണികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലും അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിലുമുള്ള നീക്കങ്ങൾ ബിനുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നു. കലാപ ആഹ്വാനത്തിനും കേന്ദ്ര ഏജൻസികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും IP ബിനുവിനെതിരെ ശക്തമായ നീക്കത്തിനാണ് ED ഒരുങ്ങുന്നത്. ഇത് പ്രാദേശിക നേതൃത്വത്തെ മാത്രമല്ല പാർട്ടിയിലെ ഉയർന്ന ഘടകങ്ങളെയും ഉലയ്ക്കുന്നതാണ്. കേസിലെ മറ്റൊരു നിർണായക വഴിത്തിരിവ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും രാജ്യസഭാ MPയുമായ A റഹീമിന്റെ ഇടപെടലുകളാണ്. ED റെയ്ഡിന് സാക്ഷികളായി കൊണ്ടുവന്ന പ്രധാന സാക്ഷികളെ സ്വാധീനിക്കാൻ A റഹീമിന്റെ ഭാഗത്തുനിന്നും നീക്കമുണ്ടായെന്ന ആക്ഷേപം ED അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ മൊഴി മാറ്റിക്കാനോ ഉന്നതർ ശ്രമിച്ചാൽ അത് കോടതി അലക്ഷ്യവും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമവുമായി കണക്കാക്കും. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സംസ്ഥാന പോലീസിന് വിടാതെ CBIക്ക് കൈമാറണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അക്രമം അന്വേഷിക്കുന്ന കേരള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിരുന്നു. അക്രമത്തിനിരയായ 4 ED ഉദ്യോഗസ്ഥർ, സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന 8 CRPF ജവാന്മാർ, സാക്ഷികളായി ഒപ്പമുണ്ടായിരുന്ന 2 ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളാണ് പോലീസ് രേഖപ്പെടുത്തിയത്. എന്നാൽ നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള കേസിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കേവലം പ്രഹസനമായി മാറുമെന്നാണ് ED കരുതുന്നത്. തങ്ങളെ ആക്രമിച്ച പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് കേന്ദ്ര സേനയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 25 CPM DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ സൂത്രധാരന്മാർ ഇപ്പോഴും പുറത്താണ്. കേസ് പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെ നടന്നത് സ്വാഭാവിക പ്രതിഷേധമല്ല എന്നും വ്യക്തമായ ഗൂഢാലോചനയുള്ള സംഘടിത ആക്രമണമാണെന്നും നിരീക്ഷിച്ചിരുന്നു. കോടതിയുടെ ഈ പരാമർശം CBI അന്വേഷണം ആവശ്യപ്പെടാൻ EDക്ക് കൂടുതൽ കരുത്തു നൽകുന്നതാണ്. EDയുടെ പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് റെയ്ഡിന്റെ ആദ്യ 3 മണിക്കൂറിൽ സംഭവ സ്ഥലത്ത് യാതൊരുവിധ CPM പ്രവർത്തകരും എത്തിയിരുന്നില്ല. എന്നാൽ റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യമായ നിർദ്ദേശം ലഭിച്ച ശേഷമാണ് പ്രവർത്തകർ സംഘടിതമായി ഇരച്ചെത്തിയത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തല്ലിത്തകർക്കാനും കേന്ദ്ര സുരക്ഷാ സേനയെ പോലും കയ്യേറ്റം ചെയ്യാനും അണികൾക്ക് മുകളിൽ നിന്നും കൃത്യമായ കൊട്ടേഷൻ ലഭിച്ചിരുന്നുവെന്നും ED ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്.